ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ അവർ പാപം ചെയ്തതിന് ശേഷം ദൈവം പാമ്പിനെ നോക്കി പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ ഇവിടെ പറയുന്നു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആദാമും ഹവ്വയും സ്ത്രീയുടെ സന്തതികളല്ല. അവർക്ക് മാതാവെന്നോ പിതാവെന്നോ പറയുവാൻ അവർക്ക് മനുഷ്യരായവരില്ല. അവർ ദൈവപുത്രന്മാരുടെ നിലവാരത്തിലുള്ള മനുഷ്യരാണ്. എന്നാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരല്ല, അവർ ദൈവത്താൽ നേരിട്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. എന്നാൽ യേശുവോ ദൈവപുത്രനാണ്, അതേസമയം സ്ത്രീയിൽ നിന്ന് ജനിച്ച സ്ത്രീയുടെ സന്തതിയായി വന്ന ഒരു മനുഷ്യപുത്രനുമാണ്. ഈ രണ്ട് റോളിലാണ് കർത്താവ് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. താൻ മനുഷ്യപുത്രൻ ആയി, താൻ ദൈവപുത്രൻ എന്ന വാക്കിനേക്കാളും താൻ മനുഷ്യപുത്രനായി നിന്നുകൊണ്ട് പിശാചിന്റെ തലയെ തകർക്കുവാൻ ഉള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ കർത്താവ് അത് പൂർത്തീകരിച്ചു. കാൽവരി ക്രൂശിൽ തന്റെ യാഗത്താൽ പിതാവിന്റെ മുന്നിൽ ഒരു യാഗം നടന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞാട് യാഗമാക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി താൻ കാൽവരി ക്രൂശിൽ ഒരു യാഗമായി മാറി. ആ യാഗത്താൽ സാത്താന്റെ തലയെ കർത്താവ് തകർത്തു.